പിന്നെ പാർട്ടികൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ അതിനകത്ത് എന്തെങ്കിലും ആരെങ്കിലും കയറിയിട്ടില്ലെങ്കിൽ അവർ മാത്രം പോയി, താല്പര്യമുള്ളവർ മാത്രം പോയി. ഇതിപ്പോൾ എന്തൊരു പ്രോസസ്സാണ്. ഹിയറിങ്ങിന് പോകണം, ഹിയറിങ്ങിന് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ സ്വഭാവം അനുസരിച്ച് അത് മാറും. ഇന്നലെ തന്നെ വൈഷ്ണയുടെ കേസിൽ കേൾക്കുന്നത് രാവിലെ പോയപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വോട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. വൈകുന്നേരം ആയപ്പോൾ അത് മാറുന്നു. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് പൊളിറ്റിക്സും ഒക്കെ കയറി വരും. ഇവിടെയാണ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ബി ജോയിയും കടമ്പള്ളി സുരേന്ദ്രൻ കൂടെ പത്രസമ്മേളനം നടത്തി, അല്ലെങ്കിൽ പത്രക്കാർക്ക് ബെയ്റ്റ് കൊടുത്തതിൽ പറയുന്നു ഞങ്ങൾക്കതിൽ പങ്കില്ല, CPM അതിലൊരു പങ്കുമില്ല, അവരുടെ വോട്ട് ഒഴിവാക്കിയതിലെന്ന് പറയുന്നു. എന്തായാലും അത് വലിയ വിവാദമായിട്ടുണ്ട്. ആ വൈഷ്ണവ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം 24 വയസ്സേ ഉള്ളൂ. അവരവരെ ജോലി രാജിവെച്ചിട്ടാണ് ഇതിനകത്തേക്ക് വന്നത്. അപ്പോൾ അവർക്കതിൽ വലിയൊരു മാനസിക വിഷമം ഉണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി, ഹൈക്കോടതി വരെ പോയി. അവർ ഫിഗറായി. സംഭവിച്ചത് എന്താണ്? അവർ വലിയ ഫിഗറായി. ഇപ്പോൾ കോടതി തന്നെ കളക്ടറോട് പറഞ്ഞിരിക്കുന്നത് നാളേക്കകം, ഇന്നിപ്പോൾ ഹിയറിംഗ് നടക്കുകയാണ്, നാളേക്കകം തീരുമാനം തന്നില്ലെങ്കിൽ കോടതി സുവമോട്ടോ കോടതിയുടെ തീരുമാനം വിടും. പക്ഷേ വോട്ട് കൊടുക്കണം, അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്ത് കൊടുക്കണം എന്നുള്ളൊരു ഐറ്റത്തിലാണ് കോടതി ഇപ്പം നിൽക്കുന്നത്. അത് തുറക്കുന്ന മറ്റൊരു പ്രശ്നമുണ്ട്. സ്ഥാനാർത്ഥിയായിരിക്കുന്ന ആളിന് വോട്ടേഴ്സ് ലിസ്റ്റിൽ പുതിയതായിട്ട് എവിടെയെങ്കിലും ചേർത്ത് കൊടുത്താൽ, പഴയ സ്ഥലത്ത് തന്നെയാണെങ്കിൽ ചിലപ്പോൾ പരിഹരിക്കും. പക്ഷെ പുതിയതായിട്ട് അമ്പലമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത്, താമസിക്കുന്ന സ്ഥലത്താണ് വോട്ട് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ VM ബിനുവടക്കം ഒഴിവാക്കപ്പെട്ട എല്ലാവർക്കും വോട്ട് കൊടുക്കുമോ? അങ്ങനെയാണെങ്കിൽ അതിൽ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവുമോ? അതിന് ഡേറ്റ് ഉണ്ടോ? ഇങ്ങനെ കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്.